80കളിലെ കോടമ്പാക്കത്തെ ഗൃഹാതുര ഓർമ്മകൾ പങ്കുവച്ച് അവർ വീണ്ടും ഒത്തുകൂടി. 80കളിലെ മലയാള സിനിമാ താരങ്ങളുടെയും അണിയറ പ്രവർത്തകരുടെയും കൂട്ടായ്മയായ 18 മദ്രാസ് മെയിലാണ് പഴയകാല സിനിമാ പ്രവർത്തകരുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. അടൂർ വാസി ഉള്ളതുകൊണ്ട് ബാഹ്യശക്തികളുടെ ആക്രമണമുണ്ടായില്ല എന്ന് പഴയകാല നടി ശ്രീലത നമ്പൂതിരി പറഞ്ഞത് സദസ്സിൽ ചിരി പടർത്തി. മലയാളികളുടെ പഴയ സിനിമാ സ്വപ്നനഗരമായ മദ്രാശിയിലേക്ക് പോകുന്ന മദ്രാസ് മെയിൽ തീവണ്ടിയുടെ ഓർമ്മയ്ക്കായാണ് കൂട്ടായ്മയ്ക്ക് 80 മദ്രാസ് മെയിൽ എന്ന് പേരിട്ടത്. ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ഭാഗ്യലക്ഷ്മിയുടെ ആശയത്തിൽ ഉടലെടുത്ത ഈ പുനഃസമാഗമത്തിന്റെ 3ാം എഡിഷനാണ് നെടുമ്പാശ്ശേരിയിൽ നടന്നത്. അടുത്തിടെ വിട പറഞ്ഞ നടൻ രവികുമാറിനെ അനുസ്മരിച്ചാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ആദ്യകാല നിർമ്മാതാവും സംവിധായകനുമായ RS പ്രഭുവിന്റെ 95ാം ജന്മദിനവും ചടങ്ങിൽ ആഘോഷിച്ചു. ആദ്യകാല നായിക വഞ്ചിയൂർ രാധയെ വിധുബാലയും ശ്രീമൂലനഗരം മോഹനും ചേർന്ന് ആദരിച്ചു. 60 വർഷത്തെ ബന്ധം മദ്രാസുമായിട്ടുള്ളത്. ഞാൻ മദ്രാസിനെ പറയുള്ളൂ, എനിക്ക് ചെന്നൈന്ന് പറയാൻ താല്പര്യമില്ല. മദ്രാസ് വിടുകയാണ്. അതിൻ്റെ ഒരു ദുഃഖത്തിലും കൂടിയാണ് ഞാൻ ശരിക്കും പറയുന്നത്. കാരണം ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് മദ്രാസുകാരനാണ്. മദ്രാസിൻ്റെ എൻ്റെ ജീവിതം, എൻ്റെ അച്ഛനെ വളർത്തിയത്, എന്നെ വളർത്തിയത് ഒക്കെ മദ്രാസാണ്. അവിടുത്തെ ഓരോ മുക്കും മൂലയും എനിക്കറിയാം. ഇന്ന് പോകുമ്പോൾ ഒരു ഓട്ടോറിക്ഷക്കാരൻ ചോദിക്കും, ഞാൻ പാണ്ടി ബസാറിൽ ഇറങ്ങി എൻ്റെ മോനെ വീട്ടിൽ പോകണം, മഹാലിംഗപുരത്ത് പോകണം എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു, അയ്യോ 1 വേ ആണ്, 150 ഉറുപ്പ്യാവെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു 1 വേ അല്ലാത്ത വഴി ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് പോലും അറിയാത്ത വഴി ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഇത്രയും പടത്തിൽ അഭിനയിക്കാൻ പറ്റിയത് വാസിയുടെ ഒറ്റ ഒരാൾ കാരണമാണ്. അതുകൊണ്ട് കുറേ ചീത്ത പേരും കിട്ടും. എനിക്കതിൽ ഒരു വിഷവുമില്ല. കാരണം അങ്ങനെ കല്യാണം കഴിച്ചിട്ടില്ല, പിള്ളേരില്ല, ആരും ചോദിക്കാനില്ല, കേട്ടോട്ടെ. അതുകൊണ്ടൊരു ഗുണമുണ്ടായി. ബാഹ്യശക്തികളുടെ ആ ഒരു ഇതിൽ ഞാൻ രക്ഷപ്പെട്ടു. ഈ ഒരു പേരുണ്ട്. അപ്പൊ കുതിരവട്ടം അപ്പനോടൊക്കെ അഭിനയിച്ചില്ലപ്പം അപ്പൊ വളരെ ഭവ്യതയോട് കൂടി ഭാഗ്യലക്ഷ്മി തുടങ്ങിയ ഒരു വാട്സാപ്പ് കൂട്ടായ്മയിൽ ഓരോരുത്തരായി ചേർന്ന് ബാക്കിയുള്ളവരെ അന്വേഷിച്ചു കണ്ടെത്തി 80 മദ്രാസ് മെയിൽ ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരികയായിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി.